أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1773 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم. صدق الله العلي العظيم. സൂറത്ത് മുഹമ്മദിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഞാൻ സംസാരിക്കുകയുണ്ടായി. സൂറത്തിന്റെ 2-ാമത്തെ ആയത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹനീയ നാമം പരാമർശിക്കപ്പെട്ടതാണ്. ഈ സൂറത്തിന് മുഹമ്മദ് എന്ന പേര് വരുന്നതിനുള്ള നിദാനമായിട്ട് ഉള്ള ഘടകം. ഈ സൂറത്തിന് ഖിതാൽ എന്ന പേര് കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മദീനയിലേക്കുള്ള ഹിജ്റ നടന്ന് കുറച്ച് സമയം പിന്നിട്ടതിനെ തുടർന്ന് അവതരിച്ച ഒരു സൂറത്താണ് സൂറത്ത് മുഹമ്മദ്. നമ്മളതിന്റെ വിശദാംശങ്ങളൊക്കെ ഇന്നലെ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. യുദ്ധം അനുവദനീയമാക്കിക്കൊണ്ടുള്ള ദൈവിക നിർദ്ദേശം വരുന്നതിനും യുദ്ധം ചെയ്യാനായി ഉള്ള കൽപ്പന വരുന്നതിനും ഇടക്കുള്ള ഒരു ഘട്ടത്തിലാണ് സൂറത്ത് മുഹമ്മദിന്റെ അവതരണം എന്നത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ചരിത്ര പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ട് വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. ഈ സൂറത്തിന്റെ ഉള്ളടക്കം ഞാൻ ഇന്നലെ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിലെ ഹൈലൈറ്റ്സ് ആയി വരുന്ന സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഇന്ന് ഈ സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. നമുക്ക് ഈ ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. സത്യനിഷേധം അനുവർത്തിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ആളുകൾ, തടയുകയും ചെയ്തിട്ടുള്ള ആളുകൾ, നിഷേധികളായി
അതേപോലെ ദൈവിക സരണയിൽ നിന്ന് തടയുകയും ചെയ്തു. ഈ രണ്ട് കൊടുംപാതകങ്ങൾ ചെയ്ത ആളുകൾ അതല്ല അഅ്മാലഹും, അവരുടെ കർമ്മങ്ങളൊക്കെയും പാഴായതായിരിക്കുന്നു, നിഷ്ഫലമായിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു അതിനെ നിഷ്ഫലമാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. മദീനയിലെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആരെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും വളരെയേറെ പ്രയാസപ്പെടുത്തി അവിടെ തുടർന്ന് നിലകൊള്ളാൻ അനുവദിക്കാത്ത വിധത്തില് സാഹചര്യം വളരെ സങ്കീർണമാക്കി മാറ്റിയ സത്യനിഷേധികൾ ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ ഒരു ഘട്ടത്തില് പ്രത്യക്ഷത്തിൽ തന്നെ അവരെ പരാമർശിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് ഈ ആയത്ത് നൽകുന്ന സൂചനകളിൽ കാണാം. അതേപോലെ മദീനയിലേക്ക് വന്നു ചേർന്നതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന മദീനയിലെ ആളുകള്, ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലൊക്കെ പെട്ട ആളുകള്, അതുപോലെ വേദ സമൂഹമായിട്ട് അറിയപ്പെട്ടിരുന്ന അഹ്ലുൽ കിതാബ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന യഹൂദ ഗോത്രങ്ങൾ, ഇവരൊക്കെയും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിക്കാൻ സന്നദ്ധരാവാതെ, അദ്ദേഹത്തിന്റെ റിസാലത്തിന് വേണ്ട പരിഗണന കൊടുക്കാൻ കൂട്ടാക്കാതെ നിലകൊള്ളുന്ന ആളുകളാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ അവര് ദൈവിക മതത്തിന്റെ ആളുകളായി അഭിമാനിക്കുകയും അതിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം ഔന്നത്യമുള്ളവരായി ഭാവിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കാര്യങ്ങളില് വലിയൊരു ഫുർഖാനായിട്ട്, വലിയൊരു വേർതിരിവുണ്ടാക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് മാറുകയാണ്. മക്കയിൽ ആളുകളുടെ വിശ്വാസപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു വേർതിരിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും കാരണമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ മദീനയിൽ അങ്ങനെ ഒരു ചലനം ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഓരോരുത്തരും സ്വീകരിക്കുന്ന നിലപാട് മുഹമ്മദീയ പ്രവാചകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരും സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രസക്തവും പ്രാധാന്യമുള്ളതുമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു വളരെ വ്യക്തതയുള്ള ഒരു കാര്യം ഇവിടെ പ്രസ്താവിക്കുന്നത്. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. നിഷേധിച്ചവർ, ദൈവിക മാർഗത്തിൽ നിന്ന് തടയുകയുണ്ടായവർ. ഇവിടെ ദൈവിക മാർഗത്തിൽ നിന്ന് തടയുകയുണ്ടായവർ എന്ന് പറയുന്നത് രണ്ടു നിലക്കും പ്രസക്തമാണ്. അറബി ഭാഷയിൽ സ്വദ്ദ എന്നത് ഒരാൾ അയാളെ തന്നെ സ്വയം തന്നെ തടഞ്ഞു നിർത്തുന്നതിന് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരെ തടഞ്ഞു നിർത്തുന്ന കാര്യവും ആ പദം സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അത് ട്രാൻസിറ്റീവായും ഇൻട്രാൻസിറ്റീവായിട്ടും അറബി ഭാഷയിൽ ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പൊ നിഷേധിക്കുകയും സത്യനിഷേധത്തിന്റെ പ്രത്യക്ഷ ലക്ഷണമായ മറ്റുള്ളവരെ സത്യമാർഗത്തിൽ നിന്ന്, ദൈവിക സരണിയിൽ നിന്ന് തടയുന്ന ഒരു കാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവര് സ്വയം സത്യമാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള ആളുകളെയും അവര് തടയുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ഇനിമേൽ യാതൊരു അവകാശവാദവും ഉന്നയിക്കാൻ പഴുതില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അവല്ല അഅ്മാല, അവരുടെ കർമ്മങ്ങളെ അത്രയും നിഷ്ഫലമാക്കിയിരിക്കുന്നു അല്ലാഹ്. അതല്ല അഅ്മാല
ഫലശൂന്യമായതാണ് അവരുടെ കർമ്മങ്ങൾ. അവരുടെ അമലുകളൊന്നും തന്നെ ഈ ഒരു നിലപാട് കാരണമായിട്ട് അവർക്ക് പ്രയോജനമില്ലാതെ ആയി പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലല്ല അഅ്മാലും, അത് പിഴച്ചതായി മാറിയിരിക്കുന്നു, വഴി പിഴച്ചു പോയിരിക്കുന്നു അവരുടെ കർമ്മങ്ങൾ. വഴി പിഴച്ചു പോയ വിധത്തിലുള്ള കർമ്മങ്ങൾ ഫലശൂന്യമാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശരിയായ ദിശയിലും ശരിയായ നിയത്തോടും കൂടിയുള്ള കർമ്മങ്ങളാണ് സ്വീകാര്യത ഉള്ളതായി മാറുക. എന്നാൽ ഈ ആളുകൾ, മുഹമ്മദീയ പ്രവാചകത്വത്തെ നിഷേധിച്ച ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സ്വയം തടയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, അവരുടെ സകല കർമ്മങ്ങളും പാഴായി പോയിരിക്കുന്നു എന്നാണ് അള്ളാഹു സംശയത്തിന് ഇടമില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇതില് ആരൊക്കെ പെടും? തീർച്ചയായിട്ടും അല്ലദീന കഫറു എന്നതിൽ പിന്നിട്ട 10-12 വർഷങ്ങളിലേറെയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളുമായ ആളുകൾ ഈ പരാമർശത്തിൽ വരും. അതേപോലെ തന്നെ ഇപ്പോ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ജൂത ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ളവരും അതുപോലെ മുശ്രിക്കുകളായ ഗോത്രങ്ങളിൽപ്പെട്ടവരും ഒക്കെ ഈ പരാമർശത്തിന്റെ പരിധിയിൽ വരുന്നു എന്നത് ഈ സാഹചര്യം, സൂറത്ത് അവതരിച്ച പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഈ ആയത്ത് തെളിച്ച് പറയുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ല, സത്യനിഷേധം അനുവർത്തിച്ച ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയ ആളുകൾ, പല വിധത്തിലും സത്യമാർഗത്തിലേക്ക് ആളുകൾ വന്നു ചേരുന്നതിന് തടസ്സമായിട്ട് ഇവര് നിലകൊള്ളുകയാണ്. അവരുടെ തന്നെ മനസ്സുകളിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള അവിശ്വാസത്തിന്റെ വലിയ പർവ്വതങ്ങളെ മറികടന്ന് വിശ്വാസത്തിന്റെ സരണിയിലേക്ക് വരാൻ അവർക്ക് സാധിക്കാതെ നിലകൊള്ളുകയാണ് അവർ. കൂടാതെ മറ്റുള്ളവരെ പല കാരണങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് അവരിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ പിൻപറ്റുന്നതിൽ നിന്നും ഒക്കെ ആളുകളെ പല നിലക്കും തടഞ്ഞു നിർത്തുക, നിരുത്സാഹപ്പെടുത്തുക, അവരെ ഭയപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ അവരിൽ തെറ്റിദ്ധാരണ പരത്തിയോ ഒക്കെ അങ്ങനെ സത്യമാർഗത്തിലേക്ക് അവർ വന്നു ചേരുന്നതിൽ നിന്ന് അവരെ തടയുകയാണ്. ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനിമേൽ അവരുടെ ചെയ്തികളുടെ, കർമ്മങ്ങളുടെ, അവരുടെ സൽക്കർമ്മങ്ങളായിട്ട് അവർ മനസ്സിലാക്കിയിരുന്ന കർമ്മങ്ങളുടെ ഇതിന്റെ ഒന്നും ഫലമുണ്ട് എന്ന് അവകാശപ്പെടാൻ യാതൊരു സാധ്യതയും അവശേഷിക്കുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അല്ലല്ല അഅ്മാല്, അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ പാഴാക്കി കളഞ്ഞിരിക്കുന്നു, തെറ്റായ വഴിയിലുള്ളതാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ പിഴച്ച വിധത്തിലുള്ളതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോ സത്യനിഷേധവും അതുപോലെ സത്യത്തിൽ നിന്ന്, ദൈവിക മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തലും ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇതുവരെ ചെയ്തത് മാത്രമല്ല ഇനി അങ്ങോട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊന്നും തന്നെ അവർക്ക് ഉപകരിക്കാൻ പോകുന്നില്ല, അത് അവർക്ക് പ്രയോജനകരമാകാൻ പോകുന്നില്ല. രണ്ടു നിലക്കും. ഒന്ന്, അവരുടെ അടിത്തറ ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഫലശൂന്യമായിട്ട് മാറും. അത് അങ്ങനെ ഒരു പരിണതിയെ അതിനുണ്ടാവുകയുള്ളൂ. കർമ്മങ്ങൾ നന്നാവുകയില്ല. കർമ്മങ്ങൾ ശരിയായതാവണമെങ്കിൽ ശരിയായ അടിത്തറ ഉള്ളവരായിരിക്കണം, ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നവരായിരിക്കണം. അല്ലാത്തവർക്ക് പ്രത്യക്ഷത്തിലുള്ള ഭൗതിക ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകും അവരുടെ കർമ്മങ്ങൾ കൊണ്ട് എന്നതല്ലാതെ ആ കർമ്മങ്ങളൊന്നും തന്നെ അവർക്ക് പ്രയോജനകരമാകാൻ പോകുന്നില്ല, അത് പിഴച്ചതായി മാറും. അപ്പൊ ഈ ആളുകളുടെ നിഷേധം കാരണമായി, അതുപോലെ സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുന്ന നിലപാട് കാരണമായി
അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും പാഴായി പോയിരിക്കുന്നു, ഫലശൂന്യമായിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ അതുപോലെയല്ല വിശ്വാസികളുടെ കാര്യം. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ആളുകൾ, അവര് ആമനു ബിമാ നുസ്സില അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വാസം കൈക്കൊള്ളുകയും ചെയ്ത ആളുകൾ. അത് എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത്? ഇടക്കൊരു ഇടവാചകമായിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് തങ്ങളുടെ റബ്ബിൽ നിന്ന് ഉള്ള സത്യം തന്നെയാണ്, യാഥാർത്ഥ്യമാണത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ. അത് വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഹഖ് തന്നെയാണ് എന്നാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. കഫറ അൻഹും സയ്യിആതിഹിം, എന്താണ് അവർക്ക് ഉണ്ടാകുന്ന അനന്തരമായ അവസ്ഥ, അവരുടെ ആഖിബത്ത് എന്തായിരിക്കും, അതാണ് തുടർന്ന് പറയുന്നത്. കഫറ അൻഹും സയ്യിആതിഹിം, അവരിൽ നിന്നുണ്ടായ എല്ലാ തിന്മകളും മറയ്ക്കപ്പെടുന്നു, മായ്ച്ചു കളയപ്പെടുന്നു. അത് അള്ളാഹു നിർവീര്യമാക്കുകയാണ്. ഇസ്ലാം ഉൾക്കൊള്ളുന്നതിന്റെ മുമ്പ് അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച സകല പാതകങ്ങളും ഇസ്ലാം അംഗീകരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി പൂർണ്ണമായിട്ടും വിട്ടുപുറത്ത് മാപ്പാക്കപ്പെടുന്നു എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം. വിശ്വാസം ഉൾക്കൊള്ളുന്നതോടുകൂടി പൂർവിക കാലത്ത് ചെയ്ത തെറ്റുകളൊക്കെയും തന്നെ പൊറുക്കപ്പെടുകയാണ്. ഒന്നത്, വിശ്വാസമാർഗത്തിലേക്ക് വന്ന ആളുകൾ അതിനുശേഷവും അവർക്ക് സംഭവിക്കുന്ന പിഴവുകളും തിന്മകളും ഒക്കെ തന്നെയും കഫറ അൻഹും സയ്യിആതിഹിം, അള്ളാഹു അത് അവർക്കായിട്ട് പുറത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ തേച്ച് മാച്ച് കളയുന്നു. അത് അവരെ ബാധിക്കാത്ത വിധത്തിലാക്കി മാറ്റുന്നു. കഫറ അൻഹും സയ്യിആതിഹിം വ അസ്ലഹ ബാലഹും, എന്നിട്ട് അതിനെ തുടർന്ന് അവരുടെ അവസ്ഥകളെ അവൻ ഉത്തമമായതാക്കി മാറ്റുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരാള് തുടർന്നുള്ള അയാളുടെ ജീവിതത്തിന്റെ അവസ്ഥയായിട്ടുണ്ടാവുക. അയാളുടെ ഓരോ ചെറുതും വലുതുമായ കർമ്മങ്ങളും വർദ്ധിച്ച പ്രതിഫലം തരുന്ന വിധത്തിലുള്ളതാക്കി മാറിയിട്ടുണ്ടാവും. അതിനകം അയാൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അയാളുടെ ശരിയായ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ വർദ്ധിച്ച പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്റ്റേറ്റസിലേക്ക് മാറുക. നിഷേധിയായി നിലക്കൊണ്ട ആള്, സത്യമാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തിയ ആള്, അവർ ചെയ്ത കർമ്മങ്ങളൊക്കെയും തന്നെ അവരുടെ വിശ്വാസ അടിത്തറ ശരിയല്ലാത്തത് കൊണ്ട് അവർക്കത് പ്രയോജനരഹിതമായിട്ട് ആണ് മാറുക. അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല, അവർക്ക് നിഷ്ഫലമായിരിക്കും. എന്നാൽ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ അവരുടെ കർമ്മങ്ങള് തീർച്ചയായിട്ടും ഏറെ പരിവർത്തനമുണ്ടാക്കുന്ന, മാറ്റമുണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറും. അസ്ലഹ ബാലഹും, അവരുടെ അവസ്ഥയെ മാറ്റുന്ന സംഗതിയായിരിക്കും അത്. ബാൽ എന്ന് പറഞ്ഞ അവസ്ഥ, ബാലുൽ ഖുറൂനിൽ ഊല എന്നൊക്കെ ഖുർആനിൽ ചോദ്യം ഉന്നയിക്കും. പൂർവികരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണാം. ബാൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അവരുടെ അവസ്ഥ മെച്ചപ്പെട്ടതാക്കി മാറ്റുക. അസ്ലഹ ബാലഹും, അസ്ലഹ എന്ന് പറഞ്ഞാൽ അതിന്റെ കേടുപാടുകൾ തീർത്തതാക്കുക എന്നാണ് അർത്ഥം. തസ്ലീഹ് എന്ന് പറഞ്ഞാല് റിപ്പയർ ചെയ്യുക എന്നാണ്. ഇപ്പോ ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദം ഉപയോഗിക്കുന്നത് മെയിൻ്റനൻസിനും റിപ്പയറിനും ഒക്കെയാണ്. കേടുപാടുകൾ തീർത്ത് നല്ലതാക്കുക. വാഹനങ്ങളൊക്കെ തസ്ലീഹ് ചെയ്യുന്നതിന്, റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങൾക്കൊക്കെയാണ്
ആ പദം ചേർത്ത് പറയുന്നത് നമ്മൾ കാണാം. അറബ് ലോകത്ത് ഇപ്പോ കാറുകളും വാഹനങ്ങളും അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ തന്നെ കേടുപാടുകൾ തീർക്കുന്ന ഒരു പണിക്ക് തസ്ലീഹ് എന്ന് പറയുന്നത്. അപ്പോ അസ്ലഹ ബാലഹും എന്ന് പറഞ്ഞ അവരുടെ അവസ്ഥകളിൽ ഉള്ള കേടുപാടുകൾ തീർത്ത് പെർഫെക്റ്റ് ആക്കി അവയെ മാറ്റുന്നു എന്നതാണ് അവരിൽ വിശ്വാസം സൃഷ്ടിക്കുന്ന ഒരു വലിയ പരിവർത്തനം. അതേ തുടർന്നുണ്ടാവുന്നത് അവരുടെ ഓരോ കാര്യവും ഫലദായകമായിട്ട് മാറും. ചെറിയ ചെറിയ പ്രവർത്തനങ്ങളായിരിക്കും, പക്ഷെ അതിനൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന വിധത്തിലുള്ള പുണ്യകർമ്മങ്ങളായിട്ട് അവ മാറും. കാരണം അടിത്തറ ശരിയാണ്. അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാള് എന്ത് കർമ്മം ചെയ്യുന്നതെങ്കിലും ആ കർമ്മം ഒരുപക്ഷെ വളരെ നിസ്സാരമായിട്ടൊക്കെ നമുക്ക് തോന്നാം, പക്ഷെ ആ കർമ്മമൊക്കെ വലിയ ഫലമുള്ളതായി മാറും. അസ്ലഹ ബാലവും, കാരണം അത് അവരുടെ അവസ്ഥയെ തന്നെ മെച്ചപ്പെട്ടതാക്കി അതിന്റെ കേടുപാടുകൾ തീർത്തതാക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ രണ്ട് കർമ്മസരണികളെ കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, നിഷേധം അനുവർത്തിച്ചു വരികയും ആളുകളെ ദൈവിക മാർഗത്തിൽ നിന്ന് തടയുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങളാണ്. രണ്ടാമത്തേത്, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുടെ കർമ്മങ്ങളാണ്. ഇത് രണ്ടും ഒരുപോലെ ആവുകയില്ല. ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ നല്ല കർമ്മങ്ങൾ പോലും അവർക്ക് ഫലം നൽകാത്തതായി മാറും. കാരണം അതിന്റെ ലക്ഷ്യം ശരിയല്ല, അതിന്റെ അടിത്തറ ശരിയല്ല എന്നതാണ്. ആളുകൾക്ക് പ്രയോജനമൊക്കെ ഉണ്ടായിന്ന് വരും, പക്ഷെ ആ കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അത് പ്രയോജനപ്പെടുകയില്ല. കാരണം അത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളല്ല. അതിന് ലക്ഷ്യം വേറെ പലതുമാണ്. ചിലപ്പോൾ ആളുകളെ കാണിക്കുക എന്നുള്ളതാവും, പേരെടുക്കുക എന്നുള്ളതാവും, അതുപോലെ പല താല്പര്യങ്ങളും ഉണ്ടാവും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും അള്ളാഹു തന്നിൽ തൃപ്തനാകണം എന്ന ആഗ്രഹമില്ലാതെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും ഫലശൂന്യമായത് തന്നെയാണ് അവ. എന്നാൽ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിന്റെ കർമ്മങ്ങൾ, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, വാമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിക്കപ്പെട്ടത് അതിൽ വിശ്വാസമുള്ളവരാവുകയും ചെയ്ത ആളുകൾ. അത് എന്താണ് അതിന്റെ സ്റ്റേറ്റസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് തങ്ങളുടെ തന്നെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണ് എന്ന അവസ്ഥ. ഇതാണ് കഫറ അൻഹും, അവരിൽ നിന്ന് തേച്ചു മായ്ച്ച് ഇല്ലാതെയാക്കപ്പെടുന്നു. ശയ്യിആത്തിഹിം, അവരുടെ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ തന്നെ, അവരിൽ നിന്നുണ്ടായ തിന്മകളെ അത് പരിഹരിക്കപ്പെടുന്നു, അത് ഇല്ലാതെയാക്കപ്പെടുന്നു. വഅസ്ലഹ ബാലഹും, അവരുടെ അവസ്ഥ, അതിന്റെ എല്ലാ പോരായികകളും കേടുപാടുകളും തീർന്നതാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. കർമ്മങ്ങള് ചിലപ്പോ വളരെ ഭാരം കുറഞ്ഞ തരത്തിലുള്ളതാവാം, വലിയ വില മതിക്കാത്തതൊക്കെ ആവാം, പക്ഷെ അതൊക്കെ തന്നെയും അവർക്ക് ഏറെ പ്രയോജനം നൽകുന്ന വിധത്തിലുള്ള ക്വാളിറ്റി ഉള്ള കർമ്മങ്ങളായി മാറുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ ആയത്തിൽ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം, വിശ്വാസം ഉൾക്കൊള്ളുകയും സ്വാലിഹാത്തായ അമലുകൾ ചെയ്യുകയും ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ, മുഹമ്മദിന് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും ചെയ്തവർ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നതാണ് എന്നത് ഈ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഹ്ലുൽ കിതാബായിട്ട് അറിയപ്പെടുന്ന ആളുകൾ, വേദക്കാരായ സമൂഹം, യഹൂദരും ക്രൈസ്തവരും ഒക്കെയാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. അവര് നേരത്തെ തന്നെ വിശ്വാസമാർഗത്തിലുള്ള ആളുകളാണ്. എന്തൊക്കെ വീഴ്ചകളും അതുപോലെ മാർഗഭ്രംശവും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവര് വിശ്വാസികളായിരുന്നു. അവര്
ദൈവികമായി പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുമായിരുന്നു, സൽക്കർമ്മികളായിരുന്നു. ഇതായിരുന്നു അവരുടെ പഴയ സ്റ്റേറ്റസ്. ഈ ആളുകൾ, അവരെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അവര് ഇപ്പോ മുഹമ്മദിന് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വാസമുള്ളവരായിരിക്കുന്നു എങ്കിൽ അവരുടെ അവസ്ഥയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവരുടെ തിന്മകളെ, സയ്യിആത്തുകളെ അള്ളാഹു അവർക്ക് ഇല്ലാതാക്കി കൊടുക്കും. കഫറ എന്നാണ്. കഫറ എന്ന വാക്കിന്റെ അർത്ഥം മൂടിയിടുക എന്നാണ്, മറച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തിന്മകളെയൊക്കെ നിർവീര്യമാക്കി അതവരെങ്ങനെ വേട്ടയാടുന്ന അവസ്ഥയിൽ നിലനിർത്താതെ അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി അത് തേച്ച് മാറ്റി ഇല്ലാതെയാക്കി കളയും. അവരുടെ മനസ്സിൽ വീഴ്ത്തിയിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങൾ കാരണമായി ആ മനസ്സിൽ വീണിട്ടുണ്ടായിരുന്ന കറകൾ തന്നെ അള്ളാഹു നീക്കിയിട്ടുണ്ടാവും. അതാണ് അവർക്ക് അതിലൂടെ ലഭിക്കുന്ന വലിയൊരു ദൈവിക ഔദാര്യം. അവരുടെ കർമ്മങ്ങൾക്ക്, അവരുടെ ചീത്ത കർമ്മങ്ങൾ കാരണമായി അവരുടെ മനസ്സുകളെ ബാധിച്ചിട്ടുണ്ടായിരുന്ന കറ, പുഴുക്കുത്തുകൾ, അതിനെ അള്ളാഹു നീക്കിക്കളയും. കഫറ, അത് പൂർണ്ണമായിട്ട് അവരിൽ നിന്ന് മറഞ്ഞതായി മാറും. അത് അള്ളാഹുവിന്റെ ഒരു നടപടിയാണ് ഇവരുടെ കാര്യത്തിൽ. ഇത് ആരുടെ കാര്യത്തിലാണ് പറയുന്നത്? ഈ സമാനമായ പരാമർശം പലരെയും സൂചിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ അത് പറയുന്നത് അഹ്ലുൽ കിതാബിനെയാണ് എന്നത് ഈ വിവരണത്തിൽ നിന്ന് വ്യക്തമാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മികളായിട്ട് ജീവിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ തിന്മകളൊക്കെയും മായ്ച്ചു കളയപ്പെടും. അതുപോലെ അവരുടെ അവസ്ഥ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി അള്ളാഹു മാറ്റുകയും ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ പൂർവിക വേദക്കാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വാസം ഉള്ളവരായി മാറിയാൽ മാത്രമേ അവർക്ക് അവരുടെ അവസ്ഥ മെച്ചപ്പെട്ടതാക്കാനും അവരുടെ കർമ്മങ്ങൾ അവർക്ക് പ്രയോജനമുള്ളതായി മാറാനും അതുവഴി സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നാണ് ഈ അഹ്ലുൽ കിതാബിൽ പെട്ട ആളുകളെ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം. ഇതുപോലെയുള്ള ഒരു പ്രയോഗം മറ്റൊരു സൂറത്തിൽ നമ്മൾ പഠന വിധേയമാക്കിയിട്ടില്ല. 57-ാമത്തെ സൂറത്തില് അൽ ഹദീദ് സൂറത്തിലെ 28-ാമത്തെ ആയത്തിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ വ ആമിനു ബിറസൂലി, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അവന്റെ ദൂതനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിൽ പെട്ട അഹ്ലുൽ കിതാബിൽ പെട്ട ആളുകളെയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, യുഅ്തിക്കും, നിങ്ങൾ ഈ ദൂതനിൽ വിശ്വസിക്കുകയാണെങ്കിൽ, യുഅ്തിക്കും കിഫ്ലൈനി മിർ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിന്റെ ഇരട്ടി വിഹിതം നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൂർവിക പ്രവാചകന്മാരുടെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾക്കുള്ള ഒരു വിഹിതം. അതുകൂടാതെ ഇപ്പോ അന്ത്യപ്രവാചകനെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും അദ്ദേഹത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറി എന്നതിനാൽ മറ്റൊരു വിഹിതം കൂടി, ദൈവിക കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാൻ അത് അവസരമുണ്ടാക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വയജഅലക്കും നൂറ, നിങ്ങൾക്കായിട്ട് അവൻ ഒരു പ്രകാശം, തംശൂന ബിഹി, നിങ്ങൾക്ക് അതിലൂടെ സഞ്ചരിച്ച് നീങ്ങാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു വെളിച്ചം, ഒരു പ്രകാശം നിങ്ങളുടെ മുന്നിൽ അവൻ അത് കാരണമായിട്ട് കത്തിച്ചു വെക്കും. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും അള്ളാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നാണ് സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്തില് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പൂർവിക വേദക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വരുന്നത് വരെ അവരൊക്കെയായിരുന്നു വിശ്വാസികൾ, അവരൊക്കെയായിരുന്നു സത്യവിശ്വാസികളായി നിലക്കൊണ്ടിരുന്നത്. ആ ആളുകൾ അവരുടെ വേദങ്ങളിൽ
നൽകപ്പെട്ട നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് തന്നെ പിൽക്കാലത്ത് അവരിലേക്ക് എത്തുന്ന അന്ത്യപ്രവാചകനെ വിശ്വസിക്കണം, അദ്ദേഹത്തെ പിന്തുണക്കണം, അദ്ദേഹത്തെ സഹായിക്കണം, അദ്ദേഹത്തിനെ അനുസരിക്കണം, അദ്ദേഹം നൽകുന്ന മാർഗദർശനം സ്വീകരിക്കണം എന്നൊക്കെ അവരുടെ വേദങ്ങളിൽ തന്നെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം ഖുർആൻ പലയിടത്തും പരാമർശിക്കുന്നുമുണ്ട്. അപ്പൊ ആ രീതിയിൽ തങ്ങളുടെ തന്നെ വേദങ്ങളുടെ അടിസ്ഥാനത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിന്റെ പ്രവാചകനായി അംഗീകരിച്ചുകൊണ്ട് ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാവുകയും സൽക്കർമ്മികളാവുകയും ചെയ്ത ഈ പൂർവിക വേദക്കാരായ ആളുകൾ അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട ഈ വേദത്തില് വിശ്വസിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ കഫറ അൻഹും സയ്യിആതിഹിം, ഈ അവരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കാൻ വേണ്ടി പറയുമ്പോ അതിനെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്ന വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് അവരുടെ തന്നെ റബ്ബിൽ നിന്നുള്ള സത്യമാണ് എന്ന് ചേർത്ത് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ ആരാധിക്കുന്ന, അവര് തങ്ങളുടെ റബ്ബായി അംഗീകരിച്ചിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ ജനങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്ത്യവേദം എന്നാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്. അതിൽ വിശ്വസിക്കാൻ, നിങ്ങളുടെ വേദങ്ങളിൽ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അതിൽ വിശ്വസിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവെങ്കിൽ എന്താണ് ഉണ്ടാവുക? കഫറ അൻഹും, അത്തരം ആളുകളെ അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെയും സയ്യിആതിഹിം, അവരുടെ പാപങ്ങളൊക്കെയും അവരുടെ തിന്മകളൊക്കെയും തന്നെ അവരിൽ നിന്ന് തുടച്ചു നീക്കും. വഅസ്ലഹ ബാലഹും, അവരുടെ അവസ്ഥ ഏറ്റവും ന്യൂനതയില്ലാത്തതാക്കി മാറ്റുകയും ചെയ്യും, അവസ്ഥ മെച്ചപ്പെട്ടതാക്കി മാറ്റുകയും ചെയ്യും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവരുടെ കർമ്മങ്ങൾ ഏറ്റവും ഫലദായകമായതാക്കി അവൻ മാറ്റും. എന്ത് കാരണത്താലാണ്? അവരുടെ കിതാബിൽ പറഞ്ഞ വിധത്തിൽ തന്നെ പിൽക്കാലത്ത് അവരിലേക്ക് വന്നു ചേരുന്ന അന്ത്യപ്രവാചകനെ വിശ്വസിക്കാൻ, ആ അന്ത്യപ്രവാചകൻ മുഖേന അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥത്തെ അംഗീകരിക്കാൻ അവര് സന്നദ്ധരാകുന്നുവെങ്കിൽ അവരുടെ കർമ്മങ്ങളിലെ പിഴവുകളൊക്കെയും അള്ളാഹു തേച്ചു മാറ്റി ഇല്ലാതാക്കും. അവരുടെ സകല പ്രവർത്തനങ്ങളെയും അവർക്ക് ഫലദായകമായ സംഗതിയാക്കി മാറ്റും. അവരുടെ അവസ്ഥ തന്നെ മെച്ചപ്പെടും. അവസ്ഥ തന്നെ മെച്ചപ്പെടും എന്ന് പറയുന്നത്, അസ്ലഹ ബാലഹും എന്ന് പറയുന്നത് വിശാലമായ അർത്ഥസാധ്യതകളുള്ളതാണ്. അവരുടെ മുന്നില് തളം കെട്ടി നിന്നിരുന്ന അന്ധകാരം നീങ്ങുകയാണ്. അവർക്ക് പുതിയൊരു ശക്തമായ പ്രചോദനം വന്നു ചേരുകയാണ്. ഒരു പ്രവാചകന്റെ നേതൃത്വത്തില് അവര് ഒരു വലിയ നാഗരിക മുന്നേറ്റത്തിന് മുന്നിൽ നടക്കുന്ന ആളുകളായി മാറുകയാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് അവര് എല്ലാ നിലക്കും വളർച്ചയും ശക്തിയും കരുത്തും അനുഗ്രഹങ്ങളും ഒക്കെ വർദ്ധിതമായ തോതില് ഉള്ളവരായിട്ട് മാറാൻ പോവുകയാണ്. ഏത് കാരണത്താലാണ്? അവര് നേരത്തെ ഉൾക്കൊണ്ടിരുന്ന വിശ്വാസത്തോടൊപ്പം അവരുടെ വേദഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന, പ്രവചിച്ചിരിക്കുന്ന ആ പ്രവാചകൻ വന്നു ചേർന്നപ്പോ ആ പ്രവാചകനെ അംഗീകരിക്കാനും ആ പ്രവാചകൻ മുഖേന അവരിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കാനും അവര് സന്നദ്ധരാവുകയാണെങ്കിൽ, ആ വേദഗ്രന്ഥം അവരുടെ തന്നെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്, യാതൊരു സംശയവും വേണ്ട. അത് ഹഖാണ്, അവരുടെ തന്നെ റബ്ബിൽ നിന്നുള്ളതാണ് താൻ. അങ്ങനെയുള്ള ഒരു നിലപാടിന് അവരെ കൂട്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായും അവരുടെ പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു കൊടുക്കും. അതൊക്കെയും അവരിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും. അവരുടെ അവസ്ഥകളെ എല്ലാ നിലക്കും അതിന്റെ വ്യാപകമായ, അതിന്റെ വലിയ വ്യാപ്തിയിൽ തന്നെ അള്ളാഹു അവരുടെ അവസ്ഥകളെ മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവരുടെ ന്യൂനതകളെയും പോരായ്മകളെയും പരിഹരിച്ച് അവരെ യോഗ്യരായ ഒരു സമൂഹമാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കും എന്നാണ് ഇവിടെ നൽകുന്ന സൂചന. ദാലിക ബി അന്നല്ലദീന കഫറു, കാരണം എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു മാറ്റം? നേരത്തെ നിഷേധിക്കുകയും ദൈവിക മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തവരുടെ കർമ്മങ്ങളൊക്കെ പാഴായിപ്പോയി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വിശ്വസിക്കുകയും അന്ത്യപ്രവാചകനെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ
അവസ്ഥയിൽ വലിയ മാറ്റം അള്ളാഹു ഉണ്ടാക്കും എന്നും പറഞ്ഞു. ഈ വലിയ മാറ്റം ഈ രണ്ടു കൂട്ടരും തമ്മിൽ ഉണ്ടാകുന്നതിന് എന്ത് ന്യായമാണുള്ളത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം ഏത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുടെയും മനസ്സിലുണ്ടാവാമല്ലോ. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ദാലിക ബിഅന്നല്ലദീന കഫറു. കാരണം ഇതാണ്, നിഷേധികൾ ഇത്തബഉൽ ബാത്തിൽ, അവർ മിഥ്യയെയാണ് പിൻപറ്റുകയുണ്ടായത്. സത്യനിഷേധികൾ അബദ്ധത്തെയാണ്, മിഥ്യയെയാണ് പിൻപറ്റുകയുണ്ടായത്. വഅന്നല്ലദീന ആമനു, എന്നാൽ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ ഇത്തബഉൽ ഹഖ്ഖ മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സത്യത്തെ തന്നെയാണ് പിൻപറ്റുന്നത്. അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. മിഥ്യയെ പിൻപറ്റുന്നവരും സത്യത്തെ പിൻപറ്റുന്നവരും ഒരുപോലെ ആവുകയില്ല. നിഷേധികൾ പിൻപറ്റുകയുണ്ടായത് ഫാൾസ്ഹുഡിനെയാണ്. ഫാൾസ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാത്തിലിനെയാണ്, മിഥ്യയാണ്, അസത്യമാണ്. അസത്യത്തെയാണ് അവര് പിന്തുടരുകയുണ്ടായത്. ആരാണ്? നിഷേധികൾ. അവരുടെ ഒരു ആദർശമായിട്ട് കൊണ്ടു നടന്നത് ബാത്തിലാണ് എന്ന് പറഞ്ഞ ഫലശൂന്യമായ, അടിത്തറയില്ലാത്ത, മിഥ്യയായ, അടിസ്ഥാനരഹിതമായ വിശ്വാസമാണ് അവർ കൊണ്ടു നടന്നത്. എന്നാൽ വിശ്വാസികളോ വഅന്നല്ലദീന ആമനു, വിശ്വാസികൾ ഇത്തബഉൽ ഹഖ്ഖ, വിശ്വാസികൾ പിന്തുടരുകയുണ്ടായത് ഹഖ്ഖിനെയാണ്, സത്യത്തെയാണ്. സത്യത്തെ പിന്തുടരുന്ന, ഹഖ്ഖിനെ പിന്തുടരുന്ന ആളുകളും മിഥ്യയെ അഥവാ ബാത്തിലിനെ പിന്തുടരുന്ന ആളുകളും ഒരുപോലെ ആവുകയില്ല. സത്യം പിന്തുടരുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ കർമ്മങ്ങൾ ഐശ്വര്യമുള്ളതായിട്ട് മാറും. അവരുടെ പിഴവുകൾ തിരുത്തപ്പെടും, അത് തേച്ച് മായ്ച്ച് ഇല്ലാതെയാക്കപ്പെടും. എന്നാൽ അവരുടെ കർമ്മങ്ങളൊക്കെയും തന്നെ വലിയ ഫലമുള്ളതുമായിട്ട് മാറും. നിഷേധികളുടെ കാര്യത്തിലോ അത് അവര് അടിത്തറ ശരിയല്ലാത്തവര് എന്നതിനാൽ തന്നെ അവരുടെ കർമ്മങ്ങളൊക്കെയും പാഴായതായി മാറുകയും ചെയ്യും. അപ്പോ വഅന്നല്ലദീന ആമനു തബഉൽ ഹഖ്ഖ മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഹഖ്ഖിനെയാണ് വിശ്വാസികൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഖുർആനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനത്തെയാണ്, സത്യത്തെയാണ് അവർ പിൻപറ്റുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ് കദാലിക യദ്രിബുല്ലാഹു ലിന്നാസി അംസാലഹും, ഈ വിധത്തിലാണ് അള്ളാഹു ജനങ്ങൾക്ക് അവരുടെ അവസ്ഥകളെ വിവരിച്ചു കൊടുക്കുന്നത്. രണ്ടു കൂട്ടരും ഏത് അവസ്ഥകളിലാണ് എന്നതാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. സത്യവിശ്വാസ മാർഗം ഉൾക്കൊള്ളാതെ ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് തടയുന്നവരായിക്കൊണ്ട് നിലക്കൊണ്ട ആളുകളുടെ അവസ്ഥ എന്താണ്? അതുപോലെ സത്യമാർഗം ഉൾക്കൊണ്ട പൂർവിക കാലത്തും ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായതിലും ഒക്കെ വിശ്വസിച്ച് ആ മാർഗം പിൻപറ്റാൻ സന്നദ്ധരായ ആളുകൾ, അവര് സത്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, സത്യത്തെയാണ് അവർ പിന്തുടരുന്നത്. അത്തരം ആളുകൾക്ക് അവരുടെ അവസ്ഥയും ഇതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കദാലിക യദ്രിബുല്ലാഹു ലിന്നാസി അംസാലഹു, അപ്രകാരം അള്ളാഹു ജനങ്ങൾക്ക് അവരുടെ ഉപമകൾ നൽകുന്നു എന്നും ഈ ഭാഗത്തിന് മനസ്സിലാക്കാം. അംസാൽ എന്നാൽ ഉപമകൾ, അവർക്കുള്ള അവരെന്താണ് എന്നത് ഒരു ഉപമയിലൂടെ വിവരിച്ചു കൊടുക്കുന്ന ഒരു സംഗതിക്കാണ് ഈ യദ്രിബുല്ലാഹു മസല എന്ന് പറയുന്നത്. അവർക്ക് അള്ളാഹു ഒരു മസല് വിവരിച്ച് നൽകുന്നു. അവരെന്താണ്, അവരുടെ അവസ്ഥ എന്താണ്? പല ഉപമകളും വിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ. ഒരു എട്ടുകാലിയെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ചിലന്തിയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു നാക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിയെ പോലെയാണ് എന്നൊക്കെ അള്ളാഹു വിവരിച്ചത് കാണാം. അപ്പോ ചില ഉപമകളിലൂടെ ഈ രണ്ടു കൂട്ടരുടെയും അവസ്ഥകൾ അള്ളാഹു വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അപ്പോ കദാലിക യദ്രിബുല്ലാഹു ലിന്നാസി അംസാലഹു, ഈ വിധത്തിൽ അള്ളാഹു ജനങ്ങൾക്ക് അവരുടെ മോഡൽ എന്താണ് എന്നത് വ്യക്തമാക്കി കൊടുക്കുന്നു. മസൽ എന്ന് പറഞ്ഞ മോഡൽ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ യഥാർത്ഥ പദം. അറബി വാക്ക് എന്നാണ് ഇംഗ്ലീഷിലേക്ക് ഈ പദം വന്നിട്ടുള്ളത്, മസൽ എന്ന്. അപ്പൊ അവരുടെ മോഡൽ യഥാർത്ഥത്തിൽ അവര് എന്ത് അവസ്ഥയിലാണ് എന്നത് അള്ളാഹു അവർക്ക് ചില ഉപമകളിലൂടെ, ചില താരതമ്യങ്ങളിലൂടെ വിവരിച്ചു കൊടുക്കുകയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സത്യനിഷേധികളുടെ അവസ്ഥ എന്താണ്?
സത്യവിശ്വാസികളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വത്തെ ഉൾക്കൊള്ളുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ രണ്ട് ചിത്രങ്ങൾ ചില ഉപമകളിലൂടെ, ചില മെറ്റഫറുകളിലൂടെ അള്ളാഹു അവർക്കായിട്ട് വിവരിച്ച് നൽകുകയാണ്. അവരുടെ അവസ്ഥയെയാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. ആ അവസ്ഥ കൃത്യമായിട്ടും ഓരോരുത്തർക്കും ബോധ്യം വരുന്നതിന് വേണ്ടി ചില താരതമ്യങ്ങളോ ചില സാദൃശ്യങ്ങളോ ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അള്ളാഹു അത് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. സൂറത്ത് മുഹമ്മദിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.